നമസ്കാരം. വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഉള്ളത്. വൈദ്യുതി വകുപ്പിനെക്കുറിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സ്വാഗതം. മുൻ പോലീസ് ഉദ്യോഗസ്ഥയായ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാവുകയാണ്. ശ്രീലേഖയ്ക്ക് വൈദ്യുതി ബില്ല് എങ്ങനെ വരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ഒരു പരാതി. ഇത്രയും വിദ്യാസമ്പന്നയായ അവർക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാകും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ശ്രീലേഖ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ അവിടെ നടന്ന വസ്തുത ഞങ്ങളിത് പത്രത്തിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ചു. ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് 1282 യൂണിറ്റാണ്. സോളാർ ഉൽപ്പാദിപ്പിച്ച 557 യൂണിറ്റാണ്. അപ്പോൾ 267 യൂണിറ്റ് ഉൾപ്പെടെ 1549 യൂണിറ്റ് വൈദ്യുതിയാണ് ഏപ്രിൽ മാസം അവർ ഉപയോഗിച്ചത്. അതായത് പ്രതിദിനം 51 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു. 290 യൂണിറ്റ് വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അവർക്ക് ബിൽ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത 1282 യൂണിറ്റിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത 290 യൂണിറ്റ് കുറച്ച് കിട്ടുന്ന 992 യൂണിറ്റ് മാത്രമാണ്. ഇതിൽ പ്രശ്നമുള്ളത്? അവർക്കുള്ള ഗുണം എന്താ ഉണ്ടായിരിക്കണം? ഗുണമല്ലേ ഉണ്ടായിരിക്കണം? അവർ ഉൽപ്പാദിപ്പിച്ചത് ചെറിയ ചാർജിനാണ്, 265 ഇപ്പോൾ കിട്ടുന്നത് സോളാറിൻ്റെ വൈദ്യുതി. ആ വൈദ്യുതി മൈനസ് ചെയ്തതിലാണ് 10 റുപ്യ കൊടുക്കുന്ന യൂണിറ്റിന് 10 റുപ്യ കൊടുത്ത് മേടിക്കുന്ന വൈദ്യുതിയിലാണ് മൈനസ് ചെയ്തത്. അവരെങ്ങനെയാണ് ഈ പറയണത്? പക്ഷെ അവർ ഉന്നയിച്ചൊരു കാര്യം, അവർ ആദ്യഘട്ടത്തിലൊക്കെ 700-800 രൂപയായിരുന്നു ഈ സോളാർ സ്ഥാപിച്ചതിന് ശേഷം, പാനൽ സ്ഥാപിച്ചതിന് ശേഷം അവർ ബില്ല് അടച്ചുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് അവർ 20,000 ഒക്കെ അടച്ചിരുന്നു. പക്ഷേ സോളാർ സ്ഥാപിച്ചതിന് ശേഷം ആ ബില്ല് കുറഞ്ഞു. പക്ഷേ അതിപ്പോൾ ഈ അടുത്തായി ഭയങ്കരമായി കൂടി. അതിനെക്കുറിച്ച് KSEBയോട് ചോദിച്ചപ്പോൾ അവർ സാങ്കേതിക കാരണങ്ങൾ പറയുന്നു. അവർക്കിത് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ല, ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ ആർക്കാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ കൂടുതലില്ലാത്ത ഒരാളുടെ പേര് പറയും? ചൂട് കൂടിയപ്പോൾ വളരെ കൂടുതലായിട്ട് ACകൾ കൂടുതൽ ഉപയോഗിച്ചു, ഗ്രൈൻഡിങ് മെഷീൻ, ഇതൊക്കെ രാത്രി ഉപയോഗിക്കുമ്പോൾ വരുന്ന വർധനവല്ലേ? ആ ചൂട് കൂടിയതിൻ്റെ ഒരു ഫലം നമ്മളതിന് വരണ്ടേ? അങ്ങനെ വന്നതാണ്. അത് വസ്തുതയുണ്ടെങ്കിൽ അവരെപ്പോലുള്ള അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമല്ലോ, മീറ്റർ പരിശോധിച്ചാൽ അറിയാലോ, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഈ സോളാർ വൈദ്യുതി അവരെത്ര ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിങ്ങിനെത്തുന്ന ഒരു പയ്യനാണ്. ഇല്ല, അവിടെ മീറ്റർ ഉണ്ടല്ലോ. മീറ്റർ നോക്കിയാൽ ആർക്കാലോ, ഇവർക്കും നോക്കാലോ, ആർക്ക് വേണമെങ്കിലും നോക്കാലോ. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല അവരുടെ അവരിപ്പോൾ ഈ പറയുന്ന ഇത്രയും വൈദ്യുതി ഉപയോഗിക്കണമെങ്കിൽ അവരുടെ 3 ACയും ലാപ്ടോപ്പും ഫ്രിഡ്ജും എല്ലാം കൂടി ഉപയോഗിച്ചാൽ തന്നെയും ഇത്രയും യൂണിറ്റ് ഉണ്ടാകില്ല. മീറ്റർ പരിശോധിക്കാലോ നമുക്ക്. ഈ മീറ്റർ പരിശോധിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ, അവർക്ക് തന്നെ പരിശോധിക്കാമല്ലോ. ഇനി അതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യാം. ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളുടെ ഒരു ഗ്രീവിയൻസ് പരിഹരിക്കാൻ ഉള്ള പോംവഴികൾ അവർക്ക് ആരായമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്യണ്ടേ? അവരെപ്പോലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്ന റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഈ സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ. അവർക്കത് പരിശോധിക്കാനുള്ള ആരെ ബന്ധപ്പെടണം എന്നൊക്കെ അറിയാലോ. അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ. പക്ഷേ സ്വാഭാവികമായ ആളുകളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? ഈ വൈദ്യുതിയുടെ വില ഇപ്പോൾ വല്ലാതെ കൂടുന്നു എന്നതിനെ സംബന്ധിച്ച്. വൈദ്യുതി വില ഇങ്ങനെ കൂടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൽക്കരിയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതിയൊക്കെ വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. താപവൈദ്യുതി നിലയം വളരെ വിലയാണ്. ഇപ്പോൾ രാത്രി 10 റുപ്യ തൊട്ട് 18 റുപ്യ വരെ നമ്മൾ പീക്ക് അവറിൽ കൊടുത്തിട്ടാണ് വൈദ്യുതി വാങ്ങുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഉൽപ്പാദനം 20% ഉള്ളൂ. 30% ഉണ്ടായിരുന്നത് അതിപ്പോൾ 20%. 60% നമ്മുടെ ഡാമുകളിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതെങ്ങനെ അതെവിടെ നിന്ന് മേക്കപ്പ് ചെയ്യും? പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയിട്ട് തന്നെ മേക്കപ്പ് ചെയ്യണ്ടേ? അത് നമ്മളുടെ ഉൽപ്പാദന ശേഷി അത്രയേ ഉള്ളൂ. 30% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് ഇപ്രാവശ്യം 20% കുറഞ്ഞു. പക്ഷേ ഈ പൊതുവെ ഈ സോളാർ പാനലുകൾ വെക്കുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളൊക്കെ വന്നൊരു സമയത്ത് നമുക്ക് സോളാർ പാനൽ വരുന്നതോടുകൂടി വലിയ ലാഭമുണ്ടാകും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ലാഭമില്ലേ? താങ്കൾ നോക്കി, തീർച്ചയായിട്ടും ലാഭമില്ലേ? ഇപ്പം എന്താ ചെയ്യുന്നത്? സോളാർ പാനൽ ഭയങ്കര ലാഭമാണ്. അത് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ നഷ്ടമാണ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ 265 ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളത് മൈനസ് ചെയ്യുന്നത് എത്രയാണ്? 10 റുപ്യയും 18 റുപ്യ വരെ കൊടുത്തിട്ട് പീക്ക് കവറിൽ വാങ്ങിക്കുന്നതിനല്ലേ ആ സോളാറിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനെ മൈനസ് ചെയ്യുന്നത്.
അപ്പോൾ ഫലത്തിൽ ഇനി സോളാർ പാനലുകൾ അത്ര ശരിയല്ലാത്തൊരു കാര്യമാണല്ലോ. അവർക്കത് പകൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് മൈനസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഈ കൂടുതൽ സോളാർ പാനലുകൾ വരണം എന്നാണോ വൈദ്യുതി ബോർഡ് ആഗ്രഹിക്കുന്നത്, അതോ ഇത് വലിയ ഭീമമായ നഷ്ടത്തിലേക്ക് പോകുമെന്നാണോ? ഇല്ല, വൈദ്യുതി അത് വന്നോട്ടെ, വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണ്ടല്ലോ. ആ ഉൽപ്പാദന ചെലവിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ബില്ല് കൊടുക്കാൻ പാടുള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ശ്രീലേഖ ഇങ്ങനെ IPS ഇങ്ങനെ ഒരു തർക്കം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് അവരെ ക്ഷണിച്ചുകൂടെ? അതിന് കൃത്യമായി വകുപ്പ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അല്ല, അവർ പറഞ്ഞ അത് പൊറോട്ട് ന്യായീകരണമാണ് എന്ന തരത്തിലാണ്. ഞങ്ങൾക്ക് അവരെ പോലെ മറുപടി പറയാൻ പരിമിതി ഉണ്ടല്ലോ. എങ്കിലും പക്ഷേ അവർ ഒരു വൈദ്യുതി വകുപ്പിന് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറായിക്കൂടെ? ഇതാണ് അവർ ചെയ്തോട്ടെ, അവർ വിളിച്ചാൽ നമ്മളെ ബന്ധപ്പെട്ടവരെ അയക്കാം, നമ്മുടെ ചെയർമാനെ തന്നെ അയക്കാം. അവർക്ക് ഉള്ള സംശയങ്ങൾ വേണമെങ്കിൽ ചെയർമാനെ അയച്ച് ദൂരീകരിക്കാലോ. ഇവരുടെ കൂടെയുള്ള ഒരു സിവിൽ സർവീസുകാരൻ തന്നെയല്ലോ ചെയർമാൻ. അവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അത് ചെയ്യാലോ. അവരുടെ സംശയങ്ങൾ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇത് അങ്ങനെ ഒരു സംശയമുണ്ടോ? ഇത് ഒരു പ്രചരണത്തിന് വൈദ്യുതി വകുപ്പിന്? ഞാൻ പറഞ്ഞില്ല, പക്ഷേ ബലത്തിൽ അങ്ങനെയാണ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള തോന്നൽ. ഇവർക്കൊരു ഒരു ഉയർന്ന ജോലിയിലിരുന്ന ഒരാളാണ്. ഇവർക്ക് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ആരോട് വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അബദ്ധം ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണമെന്ന് പറയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മറ്റൊരു പ്രധാന പ്രശ്നം, ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇനി ചേരാൻ പോകുന്നതെന്നും ഈ സോളാർ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സമയം നോക്കി ആ സമയത്തിനുള്ള പൈസ മാത്രം എടുക്കുന്നു. അതേസമയം ഉപഭോക്താവ് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് ആ നിരക്കായിട്ട് ഇങ്ങോട്ട് ചുമത്തും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ഇല്ല, അത്രമാത്രം ശരി. അവർ ഒരു സാങ്കേതികമായി കുറേ ശരിയുണ്ട്. എന്താ വെച്ചാൽ ചെറിയ ചിലവ് ചെയ്തിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വലിയ ചിലവ് ചെയ്തിട്ടുള്ളതിനെ മൈനസ് ചെയ്യുന്ന ഒരു രീതി ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഇപ്പോഴത് ഇപ്പോഴും കൊടുക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഉദ്ദേശിക്കുന്നത് തീരുമാനമൊന്നും റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പകൽ നമ്മൾ ചെറിയ വിലയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ അത് ഉപഭോക്താവിനും കൂടി ആ ഗുണം കിട്ടാവുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിലും ബോർഡിൻ്റെ മുമ്പിലും വെക്കുകയാണ്. അപ്പം നമുക്ക് സ്വതവേ വൈദ്യുതി ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ സോളാർ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരെ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നയമല്ലേ സർക്കാർ? അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നില്ലേ? എത്രയോ മാറ്റം കൊണ്ടുവന്നറിയോ? ഈ സർക്കാർ അധികാരം 752 മെഗാവാട്ടിൻ്റെ സോളാർ വെച്ചു. അതിൽ 704 മെഗാവാട്ട് സൗരോർജ്ജത്തിൽ നിന്നും 48.55 മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത്. വലിയൊരു മാറ്റമല്ല ഉണ്ടായിരിക്കണം, വലിയൊരു കുതിച്ചാട്ടമല്ല ഉണ്ടായിരിക്കണം, വലിയ പ്രോത്സാഹനമല്ലേ. ഇപ്പോൾ അതിനേക്കാളും കുറേ കാര്യങ്ങൾ സോളാറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ഇതൊക്കെ വലിയ ആളുകൾക്ക്, സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്കാണ് സോളാർ വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാരം സാധാരണക്കാരനായ ആളുകളിലേക്ക് ഇല്ല. അത് മാറ്റി അതിപ്പം ഈ ഗവൺമെൻറ് വന്ന ശേഷം വലിയൊരു മാറ്റമാണ് അതിൽ കൊണ്ടുവന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയാണ് അനർട്ട് മുഖേന നടപ്പാക്കുന്നത്. ഹരിത ഊർജ്ജ വരുമാന പദ്ധതി. ഇതിലൂടെ ഈ വിഭാഗത്തിന് പ്രതിവർഷം 10,000 രൂപയോളം ലാഭം കിട്ടുന്ന ചുരുങ്ങിയ പാവങ്ങൾക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവരാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ 715 വീടുകൾ 2 കിലോമീറ്റർ വീത ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സംസ്ഥാന പദ്ധതി വിഹിതം വിനിയോഗിച്ച് സ്ഥാപിച്ചു. പട്ടികജാതി വകുപ്പ് നിർമ്മിച്ച 305 വീടുകളിൽ 3 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു. പട്ടികജാതി വകുപ്പിൻ്റെ ധനസഹായത്തോടുകൂടിയാണത് ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ 40% സബ്സിഡിയും ബാക്കി തുക സംസ്ഥാന സർക്കാരിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് വാങ്ങിച്ചു. അല്ല, പൊതുവേ ഇപ്പോൾ ഈ ഇതിനൊരു അധിക നികുതിയും ചുമത്തുന്നു സർക്കാർ. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നികുതിയാണ്. അല്ല, പക്ഷേ അത് ഗാർഹിക ഉപഭോക്താക്കളെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു നീക്കം ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നില്ലേ? അല്ല, അത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഫൈനാൻസിൻ്റെ ക്രൈസിസും എല്ലാം കൂടി വരുമാനവും ഒക്കെ കൂടി നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഫൈനാൻസ് കൈകാര്യം ചെയ്യണം. നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് അതിൽ പ്രത്യേകിച്ചും ഒരു റോളുമില്ല. ഈ പൊതുവേ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. നമ്മൾ ഇനിയൊരു വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? പവർ കട്ടുകൾ അപ്രഖ്യാപിതമായി നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇപ്പോൾ ഇനി വരുന്നു തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചൂട് കമ്മിയായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തിൻ്റെ ഉപയോഗം കമ്മിയായി, നമുക്ക് നമ്മുടെ ജലസേചന പദ്ധതികളിലേക്ക് ലേശം കുറച്ച് വെള്ളം ഒഴുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പിന്നെ നമ്മളുടെ ഇപ്പോൾ എന്താ പറയുമോ, 3000 TMC വെള്ളമുണ്ട് നമുക്ക് കേരളത്തിൽ. മാറ്റി ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വെള്ളമാണ് നമ്മുടെ കയ്യിൽ. നമ്മൾ എത്രയാണ് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റിക്കും ഇറിഗേഷനും കൂടിയിട്ട് 300 TMC ഉപയോഗിക്കുന്നുള്ളൂ.
ബാക്കി കടലിലേക്ക് ഒലിച്ചു പോവുകയാണ്. കടലിലേക്കും മറ്റുള്ളവർക്ക് കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ. ഉം. ഇപ്പോൾ കാവേരിയിൽ 147 TMC നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന പദ്ധതി പറഞ്ഞിട്ട് 30 TMC നമുക്ക് അനുവദിച്ചുള്ളൂ. ആ 30 ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വരണം എന്നാണ് വകുപ്പ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് അതേ വേണ്ടല്ലോ. എന്താ വെച്ചാൽ ഇടുക്കി പദ്ധതിയിൽ നമുക്ക് 55 പൈസ വരുന്നുണ്ട് ചിലവ്. നമ്മൾ വാങ്ങിക്കുന്നത് 10 രൂപ തൊട്ട് 18 രൂപ വരെയും വാങ്ങിക്കുകയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ? അത് ഹൈഡ്രൽ പ്രോജക്റ്റ് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. ആ ധാരാളം സാധ്യത ഉള്ളത് ഇപ്പോൾ പള്ളിവാസൽ 60 മെഗാവാട്ടുണ്ട്, തോട്ടിയാർ 40 മെഗാവാട്ടുണ്ട്, ഭൂത്താങ്കട്ട് 24 മെഗാവാട്ടുണ്ട്, ചിന്നാർ 24, പഴശ്ശിസാഗർ 7.5, ഒലിക്കൽ പൂവാരാന്തോട് 8, അങ്ങനെ 165 മെഗാവാട്ട് കിട്ടും. നമ്മളിപ്പോൾ പീക്ക് അവറിൽ എണ്ണ എത്ര 400 ഇല്ലേ മേടിക്കുന്നത്? നമുക്ക് ആ 400 പീക്ക് അവറിൽ വലിയ കൊടുത്ത് വില കൊടുത്ത് മേടിക്കുന്നത് നമ്മുടെ ഉൽപ്പാദനം ഇത് തന്നെ കുറേ കൊല്ലങ്ങളായി കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തിയത്. ഒരു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ജലവൈദ്യുത പദ്ധതികൾ അത് പരിസ്ഥിതി സൗഹാർദ്ദമാണോ? ആളുകൾ അങ്ങനെയൊക്കെ ഒരു വലിയ സംശയം എപ്പോഴും ഡാമുകളെ കുറിച്ച്. ശരി, ആതിരപ്പള്ളിയിലും ഒക്കെ അതാണല്ലോ. ഇപ്പോൾ കാവേരിയിൽ എത്രയാണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത്? 147 TMC വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ കൊണ്ടുപോയി ഉൽപ്പാദിപ്പിച്ച് അവർ ഹൈഡ്രൽ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു, അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അവിടെ മാനന്തവാടി നമുക്ക് വന്നതാണ്. നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി അത് കളഞ്ഞു. അങ്ങനെ എല്ലാ പദ്ധതിയും അവിടെ കളഞ്ഞില്ലേ? കുരിയാർകുറ്റി എന്താ ഉണ്ടായത്? ജനറേറ്റർ വച്ച ശേഷം എന്താ എഴുതിയതറിയോ? പത്രം എഴുതിയത് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു, അത് പ്രകൃതിക്ക് വലിയ ദോഷമാണ് പറഞ്ഞു. അത് നിർത്തി. അതിൻ്റെ പിന്നിലുള്ള കളി എന്താണെന്നുള്ളതൊക്കെ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഈ അമിതമായ പരിസ്ഥിതിവാദവും അതിന് പിന്നിലുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങളുമാണ് ഇതിനെ. അതെ, ഈ കൽക്കരി ഖനി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് എവിടെ കൊണ്ടുവെക്കണം? കൽക്കരിയിൽ അവിടെ വലിയ ഖനനം ചെയ്ത് വലിയ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അവരുടെ ഇലക്ട്രിസിറ്റി വിൽക്കണമെങ്കിൽ ഇവിടെ ഹൈഡ്രൽ പ്രോജക്റ്റ് വന്നാൽ വിൽക്കാൻ പറ്റുമോ? ശരി, അത്തരം താല്പര്യങ്ങളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം അല്ലേ? അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? പക്ഷേ ഈ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ അപ്പോഴും ഈ ജല ദൗർലഭ്യത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ഇത്രയും നമുക്ക് ജലം, ഈ ഡാം ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഇടുക്കി ഡാം ഇല്ലെങ്കിൽ എന്തായിരിക്കും? പെരിയാർ എന്തായിരിക്കും സ്ഥിതി? ഈ വേനൽക്കാലത്ത് എന്താവും? ഈ ഡാമുകൾ കൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ. പരിസ്ഥിതിക്ക് വനം തന്നെ നിൽക്കുന്നത് ആ ഡാമുകൾ കൊണ്ടല്ലേ. മൃഗങ്ങൾക്ക് വെള്ളം എല്ലാം അതിലല്ലേ. ഈ ഡാമുകളെ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? അപ്പോൾ സ്വാഭാവികമായും ആ പരിസ്ഥിതിവാദികൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ്. തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം. എന്താ വെച്ചാൽ അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ ഭേദഗതിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടി സാധ്യത നമുക്ക് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കേജ്രിവാൾ അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ് ബിജിലി പാനി ശിക്ഷ. അതായത് വൈദ്യുതി, വെള്ളം, വിദ്യാഭ്യാസം, ഇത് ആളുകൾക്ക് പരമാവധി സൗജന്യമായി നൽകുക എന്നൊരാശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരിടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളല്ലേ വരേണ്ടത്? അങ്ങനെയാണ്. ഞാൻ പക്ഷേ 75 കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. എന്താ നമ്മുടെ സ്ഥിതി? ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ 111ആയി. 90-ലും 55ആയിരുന്നു. ഇപ്പം 111ാമത്തെ നാടായി. അതാരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ വരുമാനത്തിന് അന്തരം. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഏറ്റവും താഴെയുള്ള വരുമാനക്കാരൻ മുകളിലുള്ള വരുമാനക്കാരൻ്റെ ഇവിടെ എത്തണമെങ്കിൽ 954 കൊല്ലം പണിയെടുക്കണം. ഇതൊന്നും ഇവിടെ ചർച്ചയില്ല. ഇവിടെ ഭരണഘടനയിൽ തന്നെ സോഷ്യലിസം എഴുതി ചേർത്തിയതാണ് നമ്മൾ, ഇല്ലേ? സമത്വം, സ്വാതന്ത്ര്യം. അതിന്ന് എവിടെ സ്ഥിതി? ഒരു ദിവസം 1600 കോടി റുപ്യയാണ് ഒരു മുതലാളിയുടെ വരുമാനം. നിങ്ങൾ നോക്കുള്ളൂ. അതേപോലെ കടം, കൃഷിക്കാരുടെ കടമെഴുതിയുള്ള സാധാരണക്കാരുടെ കടമെഴുതിപ്പുള്ള ഞാൻ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതാണ് SBIയുടെ ചെയർമാൻ പറഞ്ഞത്. ആ SBI തന്നെ ഇവിടുത്തെ വൻകിടക്കാർക്ക് എത്ര എഴുതിത്തള്ളി? അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യില്ലല്ലോ. എത്ര എഴുതിത്തള്ളി? അല്ല, കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകൾ അല്ല, ഇളവല്ല, അത് അവരുടെ കടം എഴുതിത്തള്ളി. അല്ലെങ്കിൽ സൗജന്യമല്ല, അവർക്ക് പലിശ എത്രയാണ് കൊടുത്തത്? 0.1% പലിശ കൊടുത്തത്. കൃഷിക്കാരന് ഇവിടെ കൊടുക്കുമ്പോൾ ആദ്യം 4%, കൊറോപ്പ് ലോൺ 7% ആയിരുന്നു. ഇപ്പം മറ്റ് ലോണുകൾക്ക് 18% വരെ മേടിക്കുകയാണ് ഇവരെടുത്ത്.
അല്ല, പക്ഷേ നമ്മുടെ രാജ്യത്ത് എക്സൈസ് ടാക്സിനേക്കാൾ ഇൻകം ടാക്സിനേക്കാളൊക്കെ കോർപ്പറേറ്റ് ടാക്സ് ആണ് നമ്മുടെ രാജ്യത്തിന് വരുമാനം നൽകുന്നത്. അതെ 32% നിന്ന് 20% കുറച്ച് കൊടുത്തില്ലേ? പക്ഷെ മൊത്തത്തിലുള്ള വരുമാനം വർദ്ധിച്ചു. അപ്പോൾ നികുതി കുറച്ച് വരുമാനം വർദ്ധിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ലല്ലോ. എത്ര ഇപ്പം നേരത്തെ മറ്റേ കോടീശ്വരന്മാർ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അതിൽ എത്ര എണ്ണം ഇപ്പോൾ കൂടി? 26 കോടീശ്വരന്മാരെ ഉണ്ടായിരുന്നു, ഇപ്പം 120 അവർക്ക് എന്ത് ടാക്സ് നിങ്ങൾ ഈ 32% ടാക്സ് ഉള്ളവിടെ മറ്റേ എത്രയായി? 20% കുറച്ച് കൊടുത്തു. നിങ്ങൾക്ക് അവർക്ക് എടുത്ത് പൊതുമുതലെടുത്തിട്ട് ഉപയോഗിക്കാൻ കൊടുത്തില്ലേ? ഇപ്പോൾ ഓരോ ഇതെടുത്താൽ മറ്റേ എന്തിനാ ബാങ്ക് ദേശവൽക്കരിച്ചത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ കെജ്രിവാളിന് കഴിയുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് എന്താ കഴിയാത്തത്? അതല്ല, വൈദ്യുതി സൗജന്യമല്ല, അവിടെ വരുമാനമുണ്ട്. ഓരോ മറ്റേ സംസ്ഥാനത്തിന് വൈദ്യുതി വരുമാനമുണ്ട്. അതിന് സർക്കാർ സഹായിച്ചാൽ നമുക്ക് കൊടുക്കാം. ബോർഡിനല്ലല്ലോ ഇത് ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതില്ലാത്ത കാലത്തോളം എങ്ങനെ കൊടുക്കാൻ പറ്റും? അല്ല, ഇപ്പോൾ ഇവിടെ ഒരു ഭാരിച്ച ചിലവ് വൈദ്യുതി ഉൽപ്പാദനത്തിലും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഒക്കെ എങ്ങനെ നിലനിൽക്കുകയാണ്. അത് റീസ്ട്രക്ചർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ചിലവ് അതിലാണോ നിൽക്കണം? ഗ്യാസിന് വിലക്കയറി ഇത് ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ട്, ഞാനില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ വില 380 റുപ്യയിൽ നിന്ന് 1700 ആക്കി, അത് ചർച്ച ചെയ്യുന്നില്ല. അരി 5 റുപ്യ കയറിയാൽ 1 റുപ്യ കയറിയാൽ ചർച്ച ചെയ്യും. ട്രാക്ടർ 10,000 റുപ്യയിലെ ട്രാക്ടർ ഇപ്പോൾ എത്ര 10 ലക്ഷം റുപ്യയൊക്കെ, അതും ചർച്ചയില്ല. അപ്പോൾ ഇൻപുട്സ് തരുന്നവനൊക്കെ കോടീശ്വരനായിട്ട് മാറുകയാണ്. അത് വാങ്ങി വിൽക്കുന്നവൻ, ഇപ്പോൾ ITC പോലുള്ള കമ്പനികൾ, ഇതൊക്കെ കൃഷിക്കാരൻ്റെ അടുത്ത് വാങ്ങി നിൽക്കുന്നവരും കൂടി 1500 കോടി 10,000 കോടി 15,000 കോടിയാണ് അവർക്ക് ടേൺ ഓവർ. വാങ്ങുന്ന കൃഷിക്കാരനവിടെ അടുത്താഴെ നിൽക്കുകയാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. വൈദ്യുതി ഉപഭോഗത്തിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ചെറിയ വർധനവ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. മറ്റൊന്നും ചർച്ചയില്ല. ഗ്യാസിന് വില കൂടി ചർച്ച ചെയ്തോ? അല്ല, പക്ഷേ അവർ മരുന്നിൻ്റെ വില കൂടി ചർച്ച ചെയ്തോ? ഇപ്പോൾ ഒരു ചികിത്സ വേണമെങ്കിൽ ഒരു സാധാരണക്കാരൻ ചികിത്സയ്ക്ക് പോയാൽ എന്താ അവൻ്റെ കുടുംബം അതോടുകൂടി നശിച്ചില്ലേ? അതിനെക്കുറിച്ച് ആരും ചർച്ചയില്ലല്ലോ. പക്ഷേ സ്വാഭാവികമായും അത് ആ സർക്കാരിൻ്റെ നിലപാടല്ലല്ലോ ഈ സർക്കാരിനുള്ളത്. അപ്പോൾ അതിന് ഒരു മാറ്റം കണ്ടുപിടിക്കേണ്ടതല്ല. ഇന്ത്യ ഗവൺമെൻറ്റല്ലേ നയപരമായ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ആർക്ക് പ്രയോറിറ്റി ലോൺ അവതരിപ്പിക്കും? അവരുടെ വരുമാനം ഫ്രീ ആയിട്ട് കൊടുക്കലല്ല. ഇപ്പോൾ ഞങ്ങളെ മോഡി ഗവൺമെൻറ് എന്താ പറഞ്ഞു? ഞങ്ങൾ വലിയ വികസന പ്രവർത്തനം നടത്തിയവർ. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു വാചകം പറഞ്ഞു, ശ്രദ്ധിച്ചത്? 80 കോടി ദരിദ്രർക്ക് ഞാൻ സൗജന്യമായി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 80 കോടി ജനം ദരിദ്രരാണെന്നുള്ളത് മനസ്സിലായില്ലേ? അല്ല, അത് അദ്ദേഹത്തിന് മാത്രം കുറ്റമല്ല. അതിന് മുമ്പ് 10 കൊല്ലം ഇരുന്നിട്ട് എന്ത് മാറ്റം വന്നു? അതാണ് 95-ൽ 55ാമത്തെ റാങ്കായിരുന്നു, ഇപ്പം 111ആണ്. ഇത്രയും ഈ ഇളവ് കൊടുത്ത എവിടെയെങ്കിലും വൻകിടക്കാർക്ക് ഇളവ് കൊടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്തി അമേരിക്ക പോലും 21% മറ്റോ ചുമത്തുന്നു. നമ്മൾ ഇത്രയും ഭാരിച്ച ഇത് ചുമത്തുമ്പോൾ കൂടുതൽ വിദേശ നിക്ഷേപം വരണ്ടേ ഇങ്ങോട്ടേക്ക്? അത് വരണം. ഞാൻ അതിലൊന്നും പറയുന്നില്ല. നമ്മൾ ഭരണഘടനയിൽ എഴുതി വെച്ച് എന്തിനാണ്? സോഷ്യലിസമാണ് എഴുതി വെച്ചത്. ഈ കുത്തക നിയന്ത്രണം എന്തിനാണ് എടുത്തു കളഞ്ഞ്? ഇപ്പോൾ നാളികേരം 20 റുപ്യക്ക് വിറ്റതാണ്, ഇന്ന് 8 റുപ്യ 9 റുപ്യ. എന്താ വെച്ചാൽ ഇന്തോനേഷ്യയിൽ നിന്നാണ് നാളികേരം കൊണ്ട് വിൽക്കുന്നത്, വിയറ്റ്നാമിൽ നിന്നാണ് കുരുമുളക് കൊണ്ട് വിൽക്കുന്നത്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. നിങ്ങളാരും ചർച്ച ചെയ്യില്ല. നിങ്ങളും അവിടെ പോയാൽ ഏറ്റവും ചീപ്പായി കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കുടുംബത്തോടു കൂടി പോവുകയാണ്. അതിൻ്റെ ദുരിതം എന്താണ് അവിടെയാണ്. അപ്പോൾ പാല്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഉൽപ്പാദനത്തിൻ്റെ 20%. അവിടെ പാല് ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ മാളുകളിൽ പോയാൽ ലണ്ടൻ ഐസ്ക്രീമാണ് അവിടെ കിടക്കുന്നത്, ഇല്ലേ? ബാസ്കിൻ റോബിൻസ്, ഇല്ലേ? ഇതൊക്കെ ഇവിടുത്തെ വിദേശത്തല്ലേ? ഏറ്റവും പാൽ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെയാണ്. ആ രാജ്യത്തിപ്പോൾ നമ്മുടെ ഡയറി, പ്രഭാത ഡയറി, അങ്ങനെ കുറേ ഡയറികളിനെ ഇപ്പോൾ ഫ്രാൻസിലെ കമ്പനികൾ ഇപ്പോൾ മേടിച്ചു, വിദേശത്തെ കമ്പനികൾ മേടിച്ചു. ആ കമ്പനികൾ മേടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. 1 ലിറ്റർ പാലിൽ നിന്ന് 1000 റുപ്യോളം ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഈ വൈദ്യുതിയുടെ പിന്നെ ഇനിയും ചിലവ് വർദ്ധിക്കുമോ? അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ നമുക്കിനി? ഇല്ല, വൈദ്യുതി വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശ്രമമില്ല. ഞങ്ങൾ പകല് നമുക്ക് വൈദ്യുതി കുറച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാനാണ്, കൺസ്യൂമറിന് അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതുവേ വരുന്നൊരു താല്പര്യം ഈ സ്വകാര്യവൽക്കരണം വന്നാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാകും. അൺഇൻട്രപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടും.
ഇതിപ്പോൾ ഈ പവർ കട്ടുകൾ അപ്രഖ്യാപിതമായി ഇങ്ങനെ വരുന്നതൊക്കെ ഒഴിവാകും എന്നൊക്കെ ഒരു ആശയം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? അതെന്താ വെച്ചാൽ ഇപ്പോൾ സ്വകാര്യവൽക്കരണം, ഇപ്പോൾ നാളികേരം വന്നു, വിയറ്റ്നാമിൽ നിന്ന് കുരുമുളക് വന്നു. ഇവിടെ കുരുമുളക് കൃഷിയും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? അവരല്ലേ പിന്നെ നിശ്ചയിക്കുക. ഇപ്പോൾ ഇതുള്ളത് ഇവിടെ നാളികേര കൃഷിയും കുരുമുളക് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൊണ്ട് ഇവിടെ ഇറക്കുന്നു. ഇവിടെ ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ എന്താകും? ഇലക്ട്രിസിറ്റി മേട് പൊതുമേഖലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ നിയന്ത്രിക്കുന്നത്? അവരല്ലേ നിയന്ത്രിക്കുള്ളൂ. പെട്രോൾ ചെയ്തില്ലേ? അല്ല, പക്ഷെ അത് ഒന്നിലധികം ആളുകൾക്ക് കൊടുത്താൽ അതിലൊരു കോമ്പറ്റീറ്റീവ്നെസ് വരില്ലേ? പെട്രോൾ ചെയ്തില്ലേ? പ്രൈവറ്റ് ആക്കിയില്ലേ? എന്തായി ഗുണം? പൊതുമേഖലയിൽ നിന്ന് മാറ്റിയില്ലേ? ഇപ്പം എന്തായി? പെട്രോൾ പ്രൈവറ്റൈസേഷൻ ചെയ്തപ്പോൾ എന്തായി? വില നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം. പിന്നെന്താണ്? അപ്പോൾ പൊതുമേഖല ഉണ്ടെങ്കിലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ അത് അത് അവരുടെ തെറ്റല്ല. നികുതി ഭീമമായി സംസ്ഥാന സർക്കാരും ചുമത്തുന്നു, കേന്ദ്ര സർക്കാരും ചുമത്തുന്നു. സംസ്ഥാന സർക്കാരിനും അതിൽ പങ്കുണ്ട്. സംസ്ഥാന സർക്കാരല്ല, ഈ നയം ഒരു വലിയ ഇതല്ലേ. അപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ ചെയ്താലുണ്ടാകുന്നത് പിന്നെ അവരുടെ കൺട്രോളിലായിട്ട് ഇത് മാറില്ലേ? അവർ ജനങ്ങളോട് ബാധ്യതയില്ല അവർക്ക്. അവർ ലാഭം മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് കൽക്കരി ചെയ്ത ലാഭം കണ്ടില്ലേ? കൽക്കരി ഒരാൾക്ക് വേണ്ടിയിട്ടാണ് 20% ഇറക്കുമതി കൽക്കരിക്ക് ഉപയോഗിക്കണം പറഞ്ഞൊരു തീരുമാനം എടുത്തത്. അതാർക്ക് വേണ്ടിയിട്ടാണ്? പ്രൈവറ്റൈസേഷൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായില്ലേ? അവർക്ക് ലാഭം ഉണ്ടാക്കാന്നല്ലാണ്ട് അവർക്ക് വേറെ വല്ലതും ഉണ്ടോ? പൊതുവേ ഒരു രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അങ്ങ് ഈ രാജ്യത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജനങ്ങൾ ഈ ഇതെല്ലാം പ്രചരണം ഉണ്ടെങ്കിലും ജനങ്ങൾ ഇതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ, ഹരിയാനയിലും എല്ലാം ജനങ്ങൾ തന്നെ സ്ഥാനാർത്ഥികളെ കർഷകരിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ സമരം ചെയ്ത് സ്ഥാനാർത്ഥികളെ അവിടെ ഇറങ്ങി വോട്ട് ചോദിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയില്ലേ? അതൊരു വലിയ മാറ്റമല്ലേ? കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവിടുത്തെ സാധാരണക്കാർ. അതായത് ഇന്ത്യ മുന്നണിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? മോഡിക്ക് ഭരണം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. 400 പാർ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഇതിന് മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചില്ലേ, ജനങ്ങളെ അട്ടിമറിച്ചില്ലേ? ജനങ്ങൾ ഏകദേശം അത് ആ രൂപത്തിലാണ്. അതാണ് ഹരിയാനയിലും പഞ്ചാബിലും നടക്കുന്ന സംഭവങ്ങൾ. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ വോട്ട് ചോദിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിക്ക് പോകാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഒന്നിച്ചല്ലേ, അതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമല്ല നേതൃത്വം കൊടുത്തു, ജനങ്ങൾ ഒന്നിച്ച് നേതൃത്വം കൊടുത്തു. പക്ഷേ ഇപ്പോൾ വേറൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് ജനതാദൾ കൂടി NDA പോകുന്നു എന്നാണ്. വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത് ബാംഗ്ലൂരിൽ അങ്ങയുടെ പടം NDA പ്രചരണത്തിന് തെറ്റാണെന്നുള്ളത് അത് ഇവിടെയുള്ള ഒരുത്തൻ ഉണ്ടാക്കിയതാണ്, ഫേക്കാണെന്നുള്ളത് വന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചല്ലോ. ഞങ്ങൾ അവരുമായിട്ട് കേരള കോൺഗ്രസും പിരിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു. ഞങ്ങൾ പുതിയൊരു സാഹചര്യം വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് കുമാരസ്വാമിക്കും സംഘത്തിനുമൊക്കെ? അവിടുത്തെ സാഹചര്യമായിരിക്കും. എന്നാലും പക്ഷെ ജനതാദൾ എന്ന അല്ലെങ്കിൽ ജനതാ പാർട്ടികൾ എത്രയോ കാലമായി സോഷ്യലിസ്റ്റ് ആശയങ്ങളും കോൺഗ്രസിൻ്റെ ആശയമുള്ള ആളുകളാണ് ജനതാദൾ. അവരങ്ങനെ ഒരു ചിന്തിച്ചതിൽ എന്താ ഞാൻ പറയാ. അപ്പോൾ ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് അങ്ങ് NCPയിലെ ഘടകങ്ങളുമായും അതുപോലെ ഗണേഷ് കുമാറുമായും കോവൂർ കുഞ്ഞുമോനുമായൊക്കെ ചർച്ച ചെയ്യുന്നു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനെയല്ല. നമ്മൾ ആശയപ്പൊരുത്തുള്ളവർ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് കേരള ഘടകമായിട്ട് വേറെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഏതായാലും ഈ ആളുകളുമായി ഒരു ധാരണയില്ല, ഒരു ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഒരു സാഹചര്യം വരുമ്പോഴേ അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഒരു കൂട്ടായ്മ വേണം എന്നത് കൂട്ടായ്മ വേണമെന്നുണ്ട്. അത് നമ്മൾ പൊതുപ്രശ്നത്തിൽ ഇപ്പോൾ കാർഷിക പ്രശ്നങ്ങൾ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ആ പൊതുപ്രശ്നങ്ങളിലെ യോജിപ്പ്. ഇപ്പോൾ ഈ മറ്റേ കൃഷിക്കാരുടെ ഡിമാൻഡ് അതിന് അംഗീകരിക്കുന്നവരാരൊക്കെ ഉണ്ട്? MSP വേണമെന്നാണോ ഞങ്ങളുടെ സമരം? ആ MSPയിൽ യോജിപ്പുള്ളവരാരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയണ്ടേ? MSP നടപ്പാക്കിയാൽ തന്നെ ഇവിടുത്തെ കാർഷിക മേഖല ഒരു പരിധി വരെ രക്ഷപ്പെട്ടില്ലേ? അത് നടപ്പാക്കുന്നില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് സമരം. അത് നിയമസാധ്യത വേണമെന്നിട്ടാണ്. MSPയിലെ ഫോർമുല സംവിധാനം കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെയുള്ള ഫോർമുല നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതിനെതിരായിട്ടാണ് സമരം. അത് നടപ്പാക്കിയാൽ എത്ര വലിയ വരുമാനം കിട്ടും? 1976 5 ഏക്കർ കൃഷി ചെയ്താൽ 1400 രൂപ വരുമാനം കിട്ടും. അന്ന് ജില്ലാ കളക്ടറിൻ്റെ ശമ്പളം 860 ഉള്ളൂ. MLAക്ക് 300 രൂപയുള്ളൂ. ഇന്ന് എത്ര 5 ഏക്കർ കൃഷി ചെയ്താൽ കിട്ടുന്നത് അറിയാം? 500 രൂപ ഒരു ദിവസം കിട്ടില്ല. ബാക്കിയുള്ളവരുടെ ശമ്പള വർധന എത്രയുണ്ട്? MLAക്ക് എത്രയുണ്ട്? മന്ത്രിക്ക് എത്ര തന്നെ വർദ്ധിച്ചു?
പക്ഷേ അവിടെയൊക്കെയും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാനും വ്യവസായം പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് ഒരു പ്രധാന ഘടകമായി വേണ്ടത് ചീപ്പായി വൈദ്യുതി നൽകുക എന്നതാണ്. വൈദ്യുതി കൊണ്ട് ഉപയോഗിക്കുന്ന കൃഷി വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ 23 ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട് കേരളത്തിൽ. പമ്പ് ചെയ്ത കൃഷി എത്രയുണ്ടാവും? വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതിപ്പോൾ കുസുമ പദ്ധതി കൊണ്ടെന്ന് അവർക്ക് ഫ്രീ ആണ് കിട്ടുന്നത്. അഡീഷണൽ ഇൻകം കൂടി കിട്ടും കൃഷിയിൽ. ബാക്കിയുള്ളതൊന്നും ഇറിഗേറ്റ് ചെയ്യുന്നേ ഇല്ല. അത് പമ്പ് ചെയ്ത് നാണ്യവിളകളൊക്കെ ഒന്നും നനയ്ക്കുന്നില്ലല്ലോ. ഭക്ഷ്യവിളകൾക്ക് മാത്രമേ, നെല്ലിന് മാത്രമല്ലേ നനയ്ക്കുന്നുള്ളൂ. അതും ഇപ്പോൾ എത്ര കമ്മിയായി പോയി. അത് കൃഷി ഒരു ലാഭത്തിലല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി വലിയ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് നടത്തുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അത് ഈ അനുഭവത്തിൻ്റെ പേരിലാണ് നടത്തുന്നത്. ഇതേ ഇവർ തന്നെയാണ് കോൺഗ്രസ്സാണല്ലേ ആദ്യം തുടങ്ങി വെച്ചത്. പ്രൈവറ്റൈസേഷൻ തുടങ്ങി വെച്ചത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഇന്ത്യ മുന്നണി ഇനി ഉണ്ടായിട്ട് എന്ത് സംഭവിക്കും? ഇതൊരു സാഹചര്യമാണ്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ എല്ലാവരും കൂടി എതിർത്തില്ലേ? പക്ഷെ അത് ആ സർക്കാരുകൾ ഇങ്ങനെ ചരൺ സിംഗും അങ്ങനെ ആയിക്കോട്ടെ, മൊറാർജി ദേശായിയുമായി മാറി. പിന്നെ VP സിംഗ് വന്നു, അത് ദേവഗൗഡയായി, IK ഗുജറാളായി. അങ്ങനെ പ്രശ്നത്തിൻ്റെ പേരിലാണ് ജനങ്ങളെ എതിർത്തത്. അത് ആ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം കൂടി ഉണ്ടാവും. അല്ല, പക്ഷെ ഒരു സ്ഥിരം സർക്കാർ, സ്ഥിരതയുള്ള ഒരു കേന്ദ്ര സർക്കാർ അത് വരും. വരാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സാഹചര്യം അതാണല്ലോ. സാഹചര്യമല്ലേ സൃഷ്ടി ഉണ്ടാക്കണം. പക്ഷേ ഈ ജനതാ പാർട്ടികളുടെയൊക്കെ ഒരു ഇനിയൊരു സാഹചര്യം, നിതീഷ് കുമാർ BJP-യിലേക്ക്, അതിനേക്കാളുപരി ഇവിടെ ഗാന്ധിയും ലോഹിയുടെ ആശയങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ. ആ ആശയപ്പൊരുത്തുള്ളവർ തമ്മിലൊരു വിപുലമായ സഖ്യം വേണം, സഖ്യം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നതാണ് എൻ്റെ. പക്ഷേ ഇതിലൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിനൊരു നേതാവില്ല എന്ന ഒരു ആശയം. നേതാവിലല്ല, ഈ ആശയത്തിൻ്റെ പേരിൽ ഒത്തുകൂടണം. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ അനീതിക്കെതിരായിട്ടുള്ള ഫൈറ്റായിരുന്നു. അതിലിപ്പോൾ എല്ലാവരും ഇറങ്ങി. അതിൽ ഒരു ലീഡർ മാത്രമല്ലല്ലോ ഇറങ്ങിയത്. മൊറാർജി ദേശായി, ജയപ്രകാശ് ഇറങ്ങി പറഞ്ഞ് അങ്ങനെയല്ല എല്ലാവരും ഇറങ്ങി. ഈ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെതിരായിട്ട് കർഷകർ സമരം നടത്തുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ അവരിൻ്റെ സമരം എത്ര വലുതായിരുന്നു. അപ്പോൾ ആ സാഹചര്യം വരുമ്പോൾ അത് ഉയർന്നു വരും. അതിപ്പോൾ ഉയർന്നു വരാനുള്ള സാധ്യത നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ ജനതാദളിൻ്റെ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങളിത് ഗാന്ധിജിയും ലോഹിയുടെ ആശയങ്ങളെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നടത്തുന്നത്. ഞങ്ങൾ ഈ കർഷക സമരത്തിന് ഇങ്ങനെയുള്ള സമരങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കും. പക്ഷേ അതിനൊരു കേന്ദ്ര നേതൃത്വവുമായി ബന്ധം, കേന്ദ്ര നേതൃത്വമല്ലേ നമ്മളുടെ ആശയം ഇവിടുന്ന് കൊണ്ടുവരിക. പണ്ടും എങ്ങനെയാണ് ചെയ്തത്? അടിയന്തരാവസ്ഥയ്ക്കെതിരായി ചെറിയൊരു മൂവ്മെന്റിൽ തുടങ്ങിയുള്ളൂ. എങ്ങനെ വോട്ടർമാരിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ? കേന്ദ്ര നേതൃത്വം ഒരു വശത്ത് നിൽക്കുന്നു. അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു. ഇതുപോലെ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ചെയ്തത് അതേ പ്രവർത്തനം തന്നെ നടത്തിയിരിക്കണം. അതിൽ വേറെ വിഷമങ്ങളൊന്നുമില്ല. ഈ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര പോരാ എന്ന ഒരു വിമർശനം പല കോണുകളിൽ നിന്ന്. ഇത്രയും വികസന പ്രവർത്തനം നടത്തിയ ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. പ്രതിസന്ധി ഉണ്ട്, അത് ചിലവാക്കുമ്പോൾ ഉണ്ടാകും. നിങ്ങൾ ഏത് മേഖലയിലാണ് വികസനം നടക്കാത്തത്? റോഡ് എടുത്തോ, അത് കഴിഞ്ഞാൽ സ്കൂളുകളെടുത്തോ, ആശുപത്രികളെടുത്തോ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ എടുത്തോ, കുടിക്കാനുള്ള വെള്ളം എടുത്തോ, ഏതിലാണ് വികസന പ്രവർത്തനം നടത്താണ്ടിരിക്കുന്നത്? ഇതുവരെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടോ? എൻ്റെ നാട്ടിലാണ് ഏറ്റവും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ള രൂക്ഷമായിട്ടുള്ള സ്ഥലം കേരളത്തിൽ തന്നെ, ചിറ്റൂർ. അറിയാലോ, ഇന്ന് അതായത് ലോറിയിലായിരുന്നു എല്ലാ ദിവസവും വെള്ളം കൊടുത്തു വിട്ടത്. അടിമപ്പണി വരെ ചെയ്തതാണ് ഈ കുടിവെള്ളത്തിന്. കിണറ്റിൽ എനിക്ക് കുടിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരുന്ന വെള്ളം കൊടുക്കണമെങ്കിൽ അവർ പറഞ്ഞതൊക്കെ ചെയ്യണം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു നാടാണ്. ഇന്ന് എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എങ്ങനെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ? ജനങ്ങളിത് വളരെ ചിന്തിച്ചിട്ട് ഇടതുപക്ഷയും BJP-നെ ശക്തമായി എതിർക്കുള്ളൂ എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവത്തിൻ്റെ, ഞാൻ വർക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു ഫീലിംഗ് അതാണ്. അതും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു വോട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും അതുപോലെ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു 3ാം തവണ തുടർ ഭരണത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാനാകും ഇടതുപക്ഷത്തിന്? ഒരു കുഴപ്പമില്ല. ഇതാണ് നല്ലത് എന്നുള്ള അനുഭവത്തിൽ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ. ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചതിന് വളരെ നന്ദി. വലിയ ആശയങ്ങളാണ് ശ്രീ K. കൃഷ്ണൻകുട്ടി നമ്മളുമായി പങ്കുവെക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹം വയ്ക്കുന്നു. ഒപ്പം തന്നെ വൈദ്യുത ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരമുണ്ടാകും, അത് മനസ്സിലാക്കിക്കാനുള്ള ശ്രമമുണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.